ഞാൻ ഒരുപാട് തവണ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരാളാണ് സൽമാൻ കുറ്റിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ അധികം സംസാരിക്കാനെന്നുള്ള ക്യാപ്പ് നമ്മൾ കിട്ടിയിട്ടില്ല. അതിനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു അന്ന്. എനിക്ക് അവരെ കൂടെ ഒരു ഉണ്ടപ്പായി എന്ന് പറഞ്ഞിട്ടും അതേപോലെ വേറെ DK എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2-3 ആൾക്കാരൊക്കെ ഉണ്ട് അവരെ കൂടെ. ഇവരൊരു ബോണ്ട് ഒരു രക്ഷയില്ല എന്നുള്ള. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളുള്ള കുറെ സംഭവങ്ങൾ, കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുട്ടികളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവരെ നമ്മൾ ഒരു 4 ചുമരിന്റെ ഉള്ളിലിട്ട് വളർത്തുന്നതിന് പകരം ഇങ്ങനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്ത മുഹൂർത്താണെന്നുള്ളതാണ്. സാക്ഷാൽ സിദ്ദീഖ് എന്ന് പറഞ്ഞ അസാധ്യ കലാകാരൻ വരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അതൊക്കെ ഭയങ്കര സംഭവമല്ലേ? ഒരുപാട് മികച്ച ആളുകൾക്ക് മുമ്പിൽ ഒരു സീറ്റ് ഈ പറയുന്ന സൽമാൻ കിട്ടി, സിനിമയിൽ വരെ അഭിനയിച്ച്. എനിക്ക് അതിനെക്കാട്ടിലൊക്കെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തോന്നിയിട്ടുള്ള ഉണ്ടപ്പായി ഇതാ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടപ്പായി ഈ പറയുന്ന സൽമാനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ. സൽമാൻ തിരിച്ചു കുളിപ്പിച്ചു കൊടുക്കുക. എന്ത് രസമാണ് ഇവരുടെ ഒരു ബോണ്ട്. ഞാൻ ഒറ്റ കാര്യം മാത്രമേ, നമുക്ക് പ്രാർത്ഥിക്കണം ശരിക്കും ഇവർക്കൊക്കെ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് DKയും ഈ പറയുന്ന ഉണ്ടപ്പായും അവരെ കൂടെ ഉള്ളവരിങ്ങനെ കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഈ കൊണ്ട് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. പടച്ചോന് എല്ലാ രീതിയിലും ഈ പറയുന്ന വ്യക്തികൾക്ക് നന്മകൾ മാത്രം കൊടുക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥന. ആയിസേറ്റി കൊടുക്കട്ടെ. കാരണം ഇത് ഭയങ്കര ടച്ചിങ് ആണ്. ഇവരെ വീഡിയോസ് കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടോ? സൽമാൻ കുറ്റിക്കോട് എന്നാണ് പുള്ളിയുടെ പേജിന്റെ ഒക്കെ നെയിം. കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇങ്ങനെ കൊണ്ട് നടന്ന് കുറേ പരാതികളും പരിഭവങ്ങളും ഈ സൽമാന്റെ പിണക്കങ്ങളൊക്കെ കാണാൻ എന്താ ഒരു ഭംഗി എന്നറിയോ. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനുള്ള സമയത്ത് നിങ്ങൾ സൽമാൻ കുറ്റിക്കോടിന്റെ വീഡിയോ കാണും. അതൊരു ഭയങ്കര ടെൻഷൻ റിലീസാണ്. അതങ്ങ് പോയി കിട്ടും നമുക്ക്. അത്രക്കും പെയിൻഫുൾ ആയിട്ടുള്ള സമയത്ത് വരെ നമുക്ക് എടുത്ത് നിന്ന് കണ്ട് അതിലൊരു ആനന്ദം കണ്ടെത്താൻ പറ്റുന്ന നല്ല രസമായിട്ട് അവൻ്റെ ഇണക്കങ്ങളും പിണക്കങ്ങളും DKക്കുള്ള പ്രാർത്ഥനകളും ഈ ഉണ്ടപ്പായിയെ കളിയാക്കുന്നതും അടിക്കുന്നതും ഓടുന്നതും ഒക്കെ ആയിട്ടുള്ള ഫുൾ എൻജോയ്മെന്റ് ലൈഫാണ് ഈ പറയുന്ന ഈ ഒരു കൂട്ടരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ മനസ്സറിഞ്ഞ് പറയാണ്, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും പടച്ചോൻ കൊടുക്കാതിരിക്കട്ടെ.